ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്. ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഞാൻ 1000 രൂപ കടം കൊടുക്കുന്നു. എന്റെ കണക്ക് പുസ്തകം തുറന്നുകൊണ്ട് അതിൽ ബാബുവിന് 1000 രൂപ കൊടുത്തു എന്ന് എഴുതി വെക്കുന്നു. കണക്ക് പുസ്തകം പൂട്ടി വെക്കുന്നു. എങ്കിൽ പറയാം, ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചാലും ഇല്ലെങ്കിലും അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, എന്റെ കീശയിൽ 1000 രൂപ കുറവ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡിൽ 1000 രൂപ ഡെബിറ്റ് വരുന്നു. എനിക്ക് കിട്ടാനുള്ള പൈസയിൽ 1000 രൂപ കൂടുന്നുണ്ട് അല്ലെ. ഒന്ന്, എന്റെ ക്യാഷ് ഇൻ ഹാൻഡിൽ 1000 രൂപ കുറയുന്നു. അതേപോലെ ക്യാഷ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ എനിക്ക് 1000 രൂപ ക്രെഡിറ്റും വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും വെച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്, ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയാം ഡബിൾ എൻട്രി അക്കൗണ്ടിങ്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസിൽ ഉള്ള ഒരു ടോപ്പിക്കാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ്. ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഞാൻ 1000 രൂപ കടം കൊടുക്കുന്നു. എന്റെ കണക്ക് പുസ്തകം തുറന്നുകൊണ്ട് അതിൽ ബാബുവിന് 1000 രൂപ കൊടുത്തു എന്ന് എഴുതി വെക്കുന്നു. കണക്ക് പുസ്തകം പൂട്ടി വെക്കുന്നു. എങ്കിൽ പറയാം, ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചാലും ഇല്ലെങ്കിലും അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, എന്റെ കീശയിൽ 1000 രൂപ കുറവ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡിൽ 1000 രൂപ ഡെബിറ്റ് വരുന്നു. എനിക്ക് കിട്ടാനുള്ള പൈസയിൽ 1000 രൂപ കൂടുന്നുണ്ട് അല്ലെ. ഒന്ന്, എന്റെ ക്യാഷ് ഇൻ ഹാൻഡിൽ 1000 രൂപ കുറയുന്നു. അതേപോലെ ക്യാഷ് റിസീവബിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ എനിക്ക് 1000 രൂപ ക്രെഡിറ്റും വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും വെച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്, ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയാം ഡബിൾ എൻട്രി അക്കൗണ്ടിങ്.